വിദ്യാർത്ഥികളെ അപ്സ്കില്ല് ചെയ്തുകൊണ്ട് അവരെ കൂടുതൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് താല്പര്യമുള്ള വെർച്വൽ എഡ്യൂസൈൻ എന്ന ഒരു മോഡൽ കൂടി എഡ്യൂസൈൻ അവതരിപ്പിച്ചു. എഡ്യൂസൈൻ 2024 ഇവിടെ സമാപിക്കുകയാണ്. വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, പതിനായിരങ്ങൾ എഡ്യൂസൈനെ ആസ്വദിച്ചുകൊണ്ട് ഈ എഡ്യൂസൈൻ വേദിയിൽ നിന്ന് സന്തോഷത്തോടെ, സംതൃപ്തിയോടെ പിരിഞ്ഞു പോകുന്ന മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ എഡ്യൂസൈൻ വിദ്യാർത്ഥികൾക്ക്, രക്ഷിതാക്കൾക്ക് പുതിയ ഉൾക്കാഴ്ചകൾ നൽകുകയും അവർക്ക് ചുറ്റുമുള്ള അല്ലെങ്കിൽ അറിയാത്ത കരിയറുകളെ പരിചയപ്പെടുത്തുന്ന, അവരെ കൃത്യമായ ഒരു പോയിന്റിൽ അവരുടെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റായി ഈ എഡ്യൂസൈൻ 2024 മാറും. എഡ്യൂസൈൻ പുതിയ പ്രതീക്ഷകളോടുകൂടി, പുതിയ ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ മികവുറ്റതാക്കി മാറ്റുവാനുള്ള ശ്രമങ്ങൾ വിസ്ഡം എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ വെഫി ആരംഭിച്ചിട്ടുണ്ട്. തീർച്ചയായും അന്താരാഷ്ട്ര നിലവാരമുള്ള ഗവേഷണ സ്ഥാപനങ്ങൾ, അന്താരാഷ്ട്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധർ, അതുപോലെ ദേശീയ യൂണിവേഴ്സിറ്റികൾ, ദേശീയ ഗവേഷണ സ്ഥാപനങ്ങൾ, ബഹുരാഷ്ട്ര കമ്പനികൾ ഇവയുമൊക്കെയായി സഹകരിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ മികച്ച എക്സ്പോഷർ ലഭിക്കാൻ ആവശ്യമായ ശ്രമങ്ങൾക്ക് വെഫി തുടക്കമിടുകയാണ്. തീർച്ചയായും 2025 എഡ്യൂസൈൻ അതിൻ്റെ പുതിയൊരു മാതൃക, പുതിയൊരു മോഡൽ അവതരിപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. ഇൻഡസ്ട്രിയിൽ നിന്നുള്ള എക്സ്പേർട്ടുകളെ നമ്മുടെ ഭാഗമാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് വിദ്യാർത്ഥികൾക്ക് പുതിയ ഉൾക്കാഴ്ചകൾ നൽകിക്കൊണ്ട് മാർക്കറ്റിനനുസരിച്ച് നമുക്ക് വിദ്യാർത്ഥികളെ പാകപ്പെടുത്തിയെടുക്കുവാനും ഇൻഡസ്ട്രിക്ക് അനുസൃതമായ നിലയിൽ ഭാവിയെ നിർണ്ണയിക്കുന്ന മാറ്റങ്ങൾ അവരിലേക്ക് കൊണ്ടുവരാനും കഴിയുകയുള്ളൂ. അതിൻ്റെ ഭാഗമായി അവരെ എഡ്യൂസൈൻ്റെ ഭാഗമാക്കാനുള്ള നല്ല ശ്രമങ്ങൾ തീർച്ചയായും വെഫി തുടരും. അത് അടുത്ത എഡ്യൂസൈനോടുകൂടി ബഹുരാഷ്ട്ര കമ്പനികൾ അടക്കമുള്ള വിദഗ്ധരെ, ഇൻഡസ്ട്രിയൽ എക്സ്പേർട്ടുകളെ എഡ്യൂസൈൻ്റെ ഭാഗമാക്കാനുള്ള ശ്രമങ്ങൾ 2025 എഡ്യൂസൈനിൽ നമുക്ക് കാണാൻ കഴിയും. ദേശീയ തലത്തിലെയും അന്താരാഷ്ട്ര തലത്തിലെയും മികച്ച സ്റ്റാർട്ടപ്പുകളുമായും സംരംഭങ്ങളുമായും സഹകരിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്കും, രക്ഷിതാക്കൾക്കും, പൊതുജനങ്ങൾക്കും പുതിയ ആശയങ്ങളും പുതിയ ടെക്നോളജികളും പരിചയപ്പെടുത്തുവാനുള്ള, ഷെയർ ചെയ്യുവാനുള്ള മികച്ച അവസരങ്ങൾ 2025 എഡ്യൂസൈൻ ലഭ്യമാക്കുമെന്നാണ് വെഫി പ്രതീക്ഷിക്കുന്നത്. കൊച്ചിയിൽ നടന്ന എഡ്യൂസൈൻ പ്രധാനമായും ലക്ഷ്യം വെച്ചത് ഉപരിപഠന സാധ്യതകളെക്കുറിച്ചുള്ള പുതിയ ലോകം വിദ്യാർത്ഥികൾക്ക് മുന്നിൽ തുറക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. എന്നാൽ 2025 എഡ്യൂസൈനിലൂടെ വെഫി ലക്ഷ്യമാക്കുന്നത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള എക്സ്പേർട്ടുകളുടെ ഒരു ഇൻ്ററാക്ഷൻ, അവരുമായുള്ള ഒരു ബ്രിഡ്ജിംഗ് ആണ് വെഫി ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായി 2025 എഡ്യൂസൈൻ ഇൻഡസ്ട്രി എക്സ്പേർട്ടുകളെ എഡ്യൂസൈനുമായി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമായി കൂടി നമ്മൾ അവതരിപ്പിക്കും. 2023 കണ്ണൂരിൽ നടന്ന എഡ്യൂസൈന് ശേഷം ഇന്ത്യയിലെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നടന്ന എഡ്യൂസൈനുകൾ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട്, ഇതിൽ നിന്ന് പുതിയ മാതൃകകൾ സ്വീകരിച്ചുകൊണ്ടാണ് 2024 എഡ്യൂസൈൻ നമ്മൾ വെഫി നടത്തിയത്. വെർച്വൽ എഡ്യൂസൈനുകൾ എല്ലാ മേഖലകളിലും നടത്തുവാനുള്ള, അതിനുവേണ്ടിയുള്ള ടെക്നിക്കലായ, സാങ്കേതികമായ മാർഗങ്ങൾ കൃത്യമായി ആവിഷ്കരിച്ചുകൊണ്ട് ഒരു വെർച്വൽ എഡ്യൂസൈൻ എന്ന ഒരു മോഡൽ കൂടി തീർച്ചയായും വെഫിയുടെ കീഴിൽ എഡ്യൂസൈൻ അവതരിപ്പിക്കും. വിദ്യാർത്ഥികളെ അപ്സ്കില്ല് ചെയ്തുകൊണ്ട് അവരെ കൂടുതൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് താല്പര്യമുള്ള എഡ്യൂക്കേഷണൽ വളണ്ടിയർമാരാക്കി മാറ്റുക എന്നുള്ളത് 2025 എഡ്യൂസൈൻ്റെ ഒരു പ്രധാന ലക്ഷ്യമാണ്. എഡ്യൂസൈനെ ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡാക്കി മാറ്റാനുള്ള നല്ല ശ്രമങ്ങളാണ് ഇനി നടക്കേണ്ടതുള്ളത്. അത് 2025 പൂർത്തീകരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.